ഞാൻ പറയുമ്പോൾ രാജൻ മിണ്ടരുത്, ഇന്റർഫിയർ വിടത്തില്ല, ഒരക്ഷരം പോലും വിടത്തില്ല. മിണ്ടിയാൽ ഞാൻ എഴുന്നേറ്റ് പോകും. ഇല്ല, കാരണം ജനങ്ങളിത് കേൾക്കണം. എന്ന് പറയുമ്പോൾ ഭയങ്കര റോമാഞ്ചിഫിക്കേഷൻ. അത് നിങ്ങൾക്ക് പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ രോമാഞ്ചം. എനിക്ക് പിണറായി വിജയന്റെ ആരാധകരല്ല. ഞാൻ ഇതുപോലെ സംസാരിക്കും ഈ ഇന്റർവ്യൂല്. മുസ്ലിംസ് ഇവിടുത്തെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങ് പാകിസ്ഥാനിലേക്ക് വയ്ക്കുമെന്ന് പറയും. ഞാൻ BJP അല്ലെങ്കിൽ RSS സംസാരിക്കുന്ന എങ്ങനെയാണ് ഭാരത് മാതാ കി ജയ്, അതിനെ നിങ്ങൾ പലപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യും. ഭാരത് മാതാ കി ജയ്, ഗോമാതാ കി ജയ്, നരേന്ദ്രമോദി കി ജയ് എന്ന് മാത്രം പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ മൂലക്കായെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. സുരേഷ് ഗോപി ഇനി ഞാൻ സുരേഷ് എന്ന് വിളിക്കില്ല, കാരണം എന്റെ അനിയനാണ്. ഞാൻ സാറെന്ന് വിളിക്കും. അല്ല വിളിക്കേണ്ടത്, നിങ്ങൾ അത് നിങ്ങളുടെ കമ്മ്യൂണിസം LDF-ന്റെ ഉറപ്പാണ്. എന്തുറപ്പാണ് കിട്ടിയത്? LDF പിന്നെ എല്ലാം ശരിയാക്കി. ചലച്ചിത്ര സംവിധായകൻ, നിർമ്മാതാവ്, നടൻ, അത് പിന്നെ അതിനേക്കാളൊക്കെ ഉപരി ഇപ്പോൾ പിന്നെ BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, കരസേനയിൽ ഇന്ത്യയുടെ ആർമിയുടെ മേജറായിട്ട് നടന്നു. മേജർ റിവിയറ്റിനാണ് നമ്മുടെ കൂടെ ഉള്ളത്. റിവിയേട്ടാ कैसा है? बस बढ़िया है। मैं आपके पीछे बहुत महीना से पड़ा हुआ है, आपने दिन डेट नहीं देता है, क्यों, क्या हुआ? ഡേറ്റ് ഉണ്ടെങ്കിലല്ലേ തരാൻ പറ്റുള്ളൂ രാജ. ഞാൻ ഓട്ടമായിരുന്നു, ഇലക്ഷൻ ആൻഡ് സോ മെനി തിങ്സ് വത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു ശകലം റെസ്റ്റ് കിട്ടുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂവിന് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി പറഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ചോദിക്കുന്ന ചോദ്യത്തിന് അല്ല, ചോദിക്കുന്ന ഉത്തരം പറഞ്ഞാൽ മതിയല്ലേ ഇരുന്നിട്ട് തന്നെ. പക്ഷെ അതിന് നമ്മൾ കെട്ടിച്ചിറ്റി ഒരുങ്ങി റെഡിയായി ഇവിടെ വന്ന് തിരിച്ചു പോകുന്നവരേക്ക് ഒരു ഹാഫ് ടൈം വിൽ ഗോ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് പല കാര്യങ്ങളും കണക്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ എറണാകുളത്തേക്ക് വരുന്ന സമയത്ത് പല വീട്ടിലത്തെ കാര്യങ്ങളും പെൻഡിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് നാളെ പിന്നെ മടിയുണ്ടാവും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കൊടുക്കുന്ന ഒരാളാണ് രവിയേട്ടൻ. അതെല്ലാം മറന്നു വെച്ചിട്ടാണ് ഇലക്ഷനിൽ ഇറങ്ങിയത്. അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? അതുമല്ല, അത് ചെയ്തത് ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല വ്യക്തിപരമായിട്ട്. അതെല്ലാവരുടെയും കംപ്ലൈൻ്റ് ഉണ്ട്. കാരണം ഞാൻ എൻ്റെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളെ ഞാൻ എപ്പോഴും നെഗ്ലക്ട് ചെയ്യുന്നുള്ളൂ. കാരണം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയുള്ള വ്യക്തിയാണ്. ചിട്ടകളുണ്ട്. ഇതൊന്നും നോക്കാതെ തെക്ക് വടക്ക് നടന്നു. BJP-ക്ക് ഉണ്ടെങ്കിൽ നടന്നു അല്ലേ? BJP-ക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ BJP-യുടെ വൈസ് പ്രസിഡൻ്റായിട്ട് വൺ ഓഫ് ദോസ് 12 പേരിൽ ഒരാളെ ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെതായിട്ടുള്ള ചില റെസ്പോൺസിബിലിറ്റീസ് നമ്മുടെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച്. അല്ല, ഈ റെസ്പോൺസിബിലിറ്റി അവരെ കൺവിൻസ് ചെയ്യേണ്ട കാര്യമില്ലേ? അവരോട് പറയണ്ടേ എനിക്കിങ്ങനെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് പറഞ്ഞിട്ട് ആരോഗ്യപരമായ കാര്യങ്ങൾക്കകത്ത് ശ്രദ്ധ കൊടുക്കണ്ടേ? ജീവിച്ചിരിക്കണ്ടേ? ചത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പ്രവർത്തനം നടത്താൻ പറ്റുമോ? ഈ മരണം എന്ന് പറയുന്നത് രാജൻ്റെ കയ്യിലാണോ? രാജൻ വിചാരിച്ചപ്പോൾ എന്നെ കൊല്ലാൻ പറ്റുമോ? ഇല്ല ഇല്ല. ഞാൻ വിചാരിച്ച രാജനെ കൊല്ലാൻ പറ്റുമോ? ഇല്ല. എന്നെ ആർക്കെങ്കിലും കൊല്ലണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ കമാൻഡോസിലുണ്ടായിരുന്ന സമയത്ത് 88 തൊട്ടിട്ട് 92 വരയ്ക്ക് ഡെയിലി എന്ന് പറയുന്നില്ല, പക്ഷേ ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ 2-3 പ്രാവശ്യം എൻകൗണ്ടേഴ്സ് നമ്മൾ ഫേസ് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ബുള്ളറ്റുകൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഒരു ഇഞ്ചിൻ്റെ വ്യത്യാസത്തിൽ നമുക്ക് എവിടെയാവും. ഒരു പ്രാവശ്യം മാത്രം കണ്ണിൻ്റെ മുകളിൽ ചെറുതായിട്ട് അതിൻ്റെ എനിക്കിപ്പോൾ അടിച്ചിട്ടുണ്ട്. അത് ഈ വണ്ടിയുടെ മുകളിൽ സ്പ്ലിൻറ്റർ അടിച്ചിട്ട് അതിന് ചെറുതായിട്ട് അത് കുറേ ദിവസം ഇങ്ങനെ കരട് വിട്ട പോലെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഇതിന് ചെറിയൊരു മെറ്റലിൻ്റെ പീസ് പോയത്. ഇപ്പം എനിക്ക് ആ ഇടത്തെ കണ്ണിൻ്റെ കാഴ്ചക്ക് കുറേശ്ശെ മങ്ങൽ വരുന്നത്. അതിൻ്റെ ഓപ്പറേഷൻ ഉണ്ടായിട്ടില്ല. പിന്നെ ബുള്ളറ്റ് തറച്ചു? ഇല്ല, ബുള്ളറ്റില്ല. ബുള്ളറ്റ് നമ്മളൊരു വണ്ടിയുടെ മുകളിൽ അടിച്ചിട്ട് അതിൻ്റെ ഒരു ചിപ്പ് ആണ് വന്നിരിക്കുന്നത്. ബുള്ളറ്റ് ഇതിൽ പോയി കാണും, പക്ഷെ എന്തോന്ന് തട്ടി കരട് പോലെ ഉണ്ടായത്. അപ്പം അതല്ലാതെ ദൈവാനുഗ്രഹമാണ് ഇപ്പം ജീവിച്ചിരിക്കുന്നത്. അതല്ല, നമുക്ക് ഞാൻ ഈ ഇൻ്റർവ്യൂ കാണുന്നവരോടും കൂടെ എല്ലായിടത്തും ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ ഒരു അക്കാഡമി നടത്തുന്നുണ്ട്, മേജർ റവീസ് അക്കാഡമി. അവിടെ കുട്ടികളോടും അവരുടെ അച്ഛനമ്മമാരോടും ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ അച്ഛനമ്മമാർ ആദ്യം ഇത് മനസ്സിൽ നിന്ന് മാറ്റിവെക്കും. എൻ്റെ കുട്ടി പട്ടാളത്തിൽ പോയി കഴിഞ്ഞാൽ മരിക്കും എന്നുള്ളൊരു തോന്നൽ. മരണം നിങ്ങളുടെ ആരുടെയും കയ്യിലല്ല. ഓട്ടോറിക്ഷ ഇടിച്ചാലും മരിക്കും, തീവണ്ടി ഇടിച്ചാൽ ചിലപ്പോൾ മരിക്കില്ല. അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ സമയം വന്നാൽ മാത്രമാണ് ആൾക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ആരോഗ്യത്തിന് പ്രശ്നമുണ്ട് എന്നുള്ളത് അത് ഞാനായിട്ടുണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളാണ്. കാരണം എനിക്ക് ഡയബറ്റീസ് 39ാമത്തെ വയസ്സിൽ തുടങ്ങിയിട്ടുള്ളതാണ്.
ഞാൻ അന്ന് ഇത്രയും ടഫായിട്ടിരിക്കുമ്പോൾ എനിക്ക് ഡയബറ്റീസ് വന്നു. ആർമി സർവീസിലിരിക്കുന്ന സമയത്ത്? ആർമിയല്ല, ഞാനങ്ങനെ കമാൻഡോസിലിരുന്ന സമയത്തും കരാട്ടെ ബ്ലാക്ക് ബെൽറ്റും എല്ലാം. പക്ഷെ അത്രയും വലിയ പിന്നെ ഈ സംവിധാനങ്ങൾ രാവിലെ ഉള്ള നിങ്ങളുടെ പിന്നെ എക്സസൈസ് എല്ലാം ഉണ്ടായിട്ടും ഇത് വന്നു? ഇതൊക്കെ വെറുതെ പറച്ചിലാണ്. എക്സസൈസ് ചെയ്താൽ ഇത് വരില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഇമ്രാൻഖാൻ സോളിഡ് ഡയബറ്റീസ് ആയിരുന്നു, വേൾഡ് ക്രിക്കറ്റ് കളിച്ചിരുന്ന ആൾ. സോ അതും ഫിസിക്കൽ ഫിറ്റ്നസ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് നമ്മുടെ മെറ്റബോളിസത്തിനകത്ത് ചില പ്രശ്നങ്ങളാണ്, അത് വന്നു. അപ്പം ഞാൻ ഇത്രയും എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് ഡയബറ്റീസ് വന്നാൽ എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഈ ഷുഗർ എന്ന് പറയുന്നത്. ഇപ്പോഴും ഞാൻ നന്നായി സ്വീറ്റ്സൊക്കെ കഴിക്കും. അപ്പോൾ ഓരോരോ ഭാഗങ്ങൾ അടിച്ചു പോകുമായിരിക്കും. അങ്ങനെയാണ് കിഡ്നി അടിച്ചു പോയിട്ടുള്ളത് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അത് വിചാരിച്ചിട്ട് ഞാൻ കിഡ്നി അടിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്വീറ്റ്സ് കഴിക്കാതിരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ല. ഉള്ള കാലം എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ അബ്യൂസ് ചെയ്യില്ല. കള്ള് കുടിച്ച് ഡ്രഗ് അടിച്ച് ഞാൻ തൊടില്ല. ഓക്കെ, എനിക്കറിയാം. സ്മോക്കിംഗ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല പിന്നെ എനിക്കിപ്പോൾ ഓർമ്മയുള്ളത് രവിയേട്ടൻ എന്നോട് പറഞ്ഞത് നീ കുടി നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഞാൻ മദ്യപിക്കുന്ന ആളാണ്. അത് എന്നോട് പിന്നെ രവിയേട്ടൻ പിന്നെ പറഞ്ഞ എടാ പിന്നെ നീ അത് നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് അതാണ് പിന്നെ അവിടെ ഞാൻ വേറെ വിഷയത്തിലേക്ക് വരുന്നത്. ഈ വ്യക്തിബന്ധങ്ങൾ നിലനിർത്തുന്നില്ല. നിങ്ങൾ ഇത്രയും വലിയ ഞാൻ പറഞ്ഞല്ലോ പിന്നെ സിനിമാ നിർമ്മാതാവാണ്, ഡയറക്ടറാണ്. നിർമ്മാതാവല്ല മോനെ, ഞാൻ ഡയറക്ടർ, റൈറ്റർ, പിന്നെ ആക്ടർ, സ്ക്രിപ്റ്റ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഞാൻ പറയട്ടെ. അതിനിടയിൽ പിന്നെ ഒരു ലോകത്തെ ഒരു കുഞ്ഞു മൂലയിലിരിക്കുന്ന എനിക്ക് സുഖമില്ല എന്നുള്ളത് വാട്സപ്പിൽ കൂടെയും പിന്നെ ഫേസ്ബുക്കിൽ കൂടെയും പിന്നെ ഞാൻ സുഖമില്ല എന്ന് പറഞ്ഞപ്പം ഉടനെ എനിക്ക് മെസ്സേജ് അയച്ചു. എനിക്ക് അപ്പോഴും മറക്കത്തില്ല. ഏതോ 1 വർഷം മുമ്പാണ്. അന്ന് രവിയേട്ടനാണല്ലോ പറഞ്ഞത് എന്താ പറ്റിയ, എന്താ പിന്നെ ആവശ്യമുള്ളത്, എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് രവിയേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഈ വ്യക്തിബന്ധങ്ങൾ ഇങ്ങനെ നിലനിർത്തുന്നത്. നിങ്ങൾ പലപ്പോഴും പറയും ഞാനൊരു സിനിമക്കാരനാണ് അല്ലെങ്കിൽ പട്ടാളക്കാരനാണ്. അങ്ങനെ ഒരു പട്ടാള സ്വഭാവമുണ്ട്. കിട്ടും. പക്ഷെ അപ്പൊ തന്നെ ഞാൻ മറക്കും. ഞാൻ അങ്ങനെയാണ്. മിലിറ്ററി കാർക്കശിയുണ്ട്, അതുണ്ട്. അപ്പം ഒരാളുടെ ബന്ധം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ സിമ്പിൾ കാര്യങ്ങൾ ഞാൻ പറയാം. ഉദാഹരണമായിട്ട് ഇപ്പം സുരേഷ് ഗോപി ജയിച്ചിട്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ജയിക്കുന്നവരേക്ക് ഞാൻ ചോദിക്കട്ടെ, എത്ര അദ്ദേഹത്തിൻ്റെ ഫീൽഡിലുള്ള ആൾക്കാർ അദ്ദേഹത്തെ കളിയാക്കിയിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൗണ്ടർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇന്ന് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി, ഇന്നിപ്പം എനിക്ക് സുരേഷ് എന്ന് വിളിക്കാൻ പരസ്യമായിട്ട് പറ്റില്ല, കാരണം അദ്ദേഹം ഒരു മിനിസ്റ്ററാണ്. സോ സുരേഷ് സാറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാറിനുള്ളത് ഞാൻ ഈ പ്രോട്ടോകോളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇല്ല. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അദ്ദേഹവും ഇതേപോലെ നിങ്ങളെ പോലെ തന്നെ വ്യക്തിബന്ധങ്ങളെ സ്നേഹിക്കുന്ന ആളാണ്. അതുമല്ല നിങ്ങൾ അവിടെ പോയിട്ട് കുറച്ച് പണിയെടുത്തതാ. ഞാൻ പണിയെടുത്ത് എത്ര ദിവസം പോയി. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിബന്ധം എന്ന് പറയുന്നത് ഞാനിപ്പോൾ സുരേഷിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടുള്ള സുരേഷിന്റെ പ്രകാരം അല്ല, സുരേഷിനെ ജയിപ്പിക്കുക അതൊരു വാശി. പക്ഷെ ഇപ്പൊ ഞാൻ കാണുന്നുണ്ട് ഇലക്ഷൻ എന്നോട് പറഞ്ഞ വാക്ക് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. സുരേഷ് ജയിക്കും, രാജന്റെ തെറ്റിദ്ധാരണയാണ് നോക്കുന്നുള്ളത്. സുരേഷ് ജയിക്കും എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല. എന്ത് ധൈര്യമായിരുന്നു. കാരണം ഇവിടെ പിന്നെ BJP പല നേതാക്കന്മാരും ആരും ധൈര്യം എന്നോട് പറഞ്ഞിട്ടില്ല. കാരണം പുള്ളിയുടെ വായിലെ അബദ്ധം കൊണ്ട് തോറ്റു പോകുമെന്നുള്ള തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ രവിയേട്ടൻ എന്നോട് തുടക്കം തൊട്ട് പറഞ്ഞു സുരേഷിനെ ഞങ്ങൾ ജയിക്കും, സുരേഷിനെ ജയിപ്പിക്കും എന്ന് പറഞ്ഞു. എന്ത് എനിക്ക് കാരണം ഞാൻ എപ്പോഴും താഴെക്കടയിൽ കിടക്കുന്ന ആളുകളായിട്ട് സംസാരിക്കുന്ന ആളാണ്. ഇപ്പോൾ ഈ പര്യടനത്തിന് പോയ സമയത്ത് പലയിടത്തും എൻ്റെ അടുത്ത് ബൂത്ത് ലെവലിലുള്ള പിള്ളേർ വന്നിട്ട് ഞാൻ അവരുടെ തോളത്ത് കൈയിട്ടുണ്ട്, മോനെ മക്കളെ എങ്ങനെയുണ്ട് ഏതൊക്കെയാണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പം അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ലേഡീസ് നോ മാറ്റർ വാട്ട് പാർട്ടി യു ആർ, ലേഡീസൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് അത് മറ്റേ ഡെയിലി വേജസിന് പോകുന്ന ലേഡീസ് ആണെങ്കിൽ സാറേ ഞങ്ങളുടെ പാർട്ടി എന്തോ ആയിക്കോട്ടെ അത് സുരേഷ് ഏട്ടന് കുത്തിരിക്കും കേട്ടോ എന്നുള്ള വാഗ്ദാനം എനിക്ക് പല കിട്ടിയിട്ടുണ്ട്. യെസ്, പക്ഷേ ശോഭന ഞാൻ എത്രത്തോളം എന്നുള്ളത് ഞാൻ പറയുന്നില്ല. വൈ? ബിക്കോസ് എനിക്ക് സുരേഷിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് സുരേഷ് ചെയ്യുന്ന ജീവകാരുണ്യം പേഴ്സണലി ഇഷ്ടമാണ്. കാരണം ഞങ്ങൾ രണ്ടും കുറേ ചാരിറ്റിയും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ലെവലല്ല സുരേഷിൻ്റെ കയ്യിൽ കോടികളുണ്ട്. എൻ്റെ അടുത്ത് 10 രൂപ കിട്ടിയെന്ന് 2 രൂപയെങ്കിലും പിന്നെ മോളുടെ പേരോട്ടിന്റെ പുറത്ത് ചെലവഴിക്കുന്നത് അങ്ങനെയുള്ള ആൾ ഇന്ന് സിനിമാ ഫീൽഡിലില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ആ ബന്ധങ്ങളെന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ജയിച്ചു 4-ാം തീയതിക്ക് ശേഷം സുരേഷിനെ അറിയാത്തവരാരുമില്ല. ഇപ്പം സിനിമാ ഫീൽഡിലുള്ളവർ എല്ലാവരും ഇപ്പോൾ അവരുടെ മൂപ്പര അവിടെയാണ്. കാരണം എന്താണ്,
ഇനി സുരേഷൻ കൊണ്ട് ആ കാര്യം നേടാം, ഈ കാര്യം നേടാം. പക്ഷെ മേജർ രവി ഇതൊന്നും കണ്ടിട്ടല്ല മേജർ രവി അദ്ദേഹത്തോട് രാജനെ കൊണ്ട് എനിക്ക് എന്ത് നേടാനാണ്? ജയിച്ചതിന് ശേഷം വിളിച്ചോ സുരേഷ് ചേട്ടനെ? പിന്നെ അത് ഞാൻ മെസ്സേജ് അയച്ചു, ഞാൻ വിളിച്ച പോലുമില്ല. തിരക്കില്ല, എനിക്കറിയാം തിരക്കിലാണെന്ന്. പക്ഷെ എങ്കിലും സുരേഷ് 5-ാം തീയതി കാലത്ത് എന്നെ വിളിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിനിടയ്ക്ക് പിന്നെ ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളുണ്ടായി. കാരണം എന്ന് വെച്ചാൽ പിന്നെ അത്ര യാത്ര ചെയ്യാനൊന്നും പറ്റിയ ഫിസിക്കലി ഫിറ്റ് അല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഒന്നും പിന്നെ എന്താ പറയുക ഒന്നും നോക്കാതെ രവിയേട്ടൻ നാട് മുഴുവൻ നടന്നു BJP ഉണ്ട്. അതൊന്നുമല്ല, പാർട്ടിയിലുള്ള ഡെഡിക്കേഷൻ പുറത്താന്നുള്ളത് ഞാൻ സല്യൂട്ട് ചെയ്തു. പക്ഷേ അതേസമയം തന്നെ കേരളത്തിൽ നിന്ന് കാണുന്ന വീട്ടിൽ നിന്ന് പ്രതിഷേധം ഉണ്ടായോ? ഏതില്? വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്. പിന്നെ ഇങ്ങനെ നടക്കല്ലെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, എന്റെ ഭാര്യയും മക്കളൊന്നും എന്നെ കൺട്രോൾ ചെയ്യില്ല. എനിക്ക് മകൻ കൺട്രോൾ ചെയ്തിട്ട് നടക്കില്ല എന്നുള്ള അവർക്കറിയാം. നമ്മുടെ ആർമി ഭരണമാണ് അവിടെ ഉള്ളത്. അതല്ലെങ്കിൽ അത് എൻ്റെ ഭാര്യ ഇപ്പം എനിക്ക് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു നീ പൊയ്ക്കോ ഇവിടുന്ന്. 1 മാസം എൻ്റെ സർജറി കിഡ്നി മാറ്റി വെച്ചിട്ട് സ്റ്റിച്ച് അഴിച്ചതിൻ്റെ 15 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ നിങ്ങൾ പൊയ്ക്കോ, നീ ഇപ്പോൾ 2 മാസമായിട്ട് ഇവിടെ ഉണ്ട്, നീ ആയി നിൻ്റെ പാടായി. ഇവിടെ കിടന്നിട്ട് വെറുതെ അത് കഴിക്കില്ല ഇത് കഴിക്കില്ല അത് ചെയ്യില്ലെന്ന് പറഞ്ഞു എന്നെ ചൊറിയാൻ. മെയിൽ ഷോവനിസം ഞാൻ പറഞ്ഞു. മെയിൽ ഷോവനിസം എന്ന് പറഞ്ഞു അത് എന്ത് വേണമെങ്കിലും പറഞ്ഞു. എന്റെ എനിക്ക് ആധിപത്യം കാണിക്കുക. ഇത് ചിലരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ഫോഴ്സ് ചെയ്ത് ചാപ്പാട് കഴിപ്പിക്കും. വലിയ ബുദ്ധിമുട്ടായിരിക്കും. യെസ്, ഇതേ ബുദ്ധിമുട്ട്. ഒരു ദോശ കഴിച്ചിട്ട് നമ്മൾ പോരാന്ന് കരുതും, അവർ 2-3 ദോശ ഇടും. പിന്നെ എന്റെ വയറ് എനിക്കറിയാം. അപ്പൊ ഇതിൽ ഇത്ര കഴിച്ചാൽ സ്നേഹം കൊണ്ടാ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് വലിയ ശ്വാസം മുട്ടലാണ്. ഇച്ചിരി ചോറെന്ന് പറഞ്ഞിട്ട് ഇടും. അപ്പൊ അതുകൊണ്ട് നമ്മളെന്താ പട്ടിണി. അപ്പൊ ഞാൻ പറയും ഞാൻ പട്ടിണി എടുത്തിട്ടല്ല വരുന്നത്. നിങ്ങളുടെ ഈ ചോറുണ്ണാൻ വേണ്ടിയിട്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ലെറ്റ് മീ ഈറ്റ്. അത് കഴിച്ചാൽ ഞാൻ യെസ് ഐ എം ഹാപ്പി, താങ്ക് യു. പക്ഷെ ഡോണ്ട് ഫോഴ്സ് മീ എന്ന് പറയും. ഇതേ സംഭവം തന്നെയാണ് വീട്ടിലും. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയാലോ? യെസ്, എങ്ങനെ വേണമെങ്കിൽ. പിന്നെ മോദിയുടെ പിന്നെ ഒരു പ്രവർത്തനത്തിൽ ആകൃഷ്ടനായിട്ടാണ്, പിന്നെ ആ ഐഡിയോളജിക്കകത്ത് താല്പര്യം ഉണ്ടായിട്ടാണ് രവിയേട്ടൻ പിന്നെ BJPയിലേക്ക് പോകുന്നത്. ഗവൺമെന്റ് സ്റ്റേറ്റ്സിൽ തകർന്നടിച്ചു, UPയിലടക്കം. എന്താ എങ്ങനെയാ കാണുന്നത്? അതായത് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഫൈസാബാദ് പിന്നെ അയോധ്യ അമ്പലമാണ് ഇങ്ങനെ പിന്നെ മുമ്പോട്ട് വെച്ചത്. പൊളിറ്റിക്കൽ ആയിട്ടുള്ള സാധനങ്ങളല്ല, ഇങ്ങനെ മതപരമായിട്ടുള്ള എലമെന്റ് വെച്ചു. അതിനെങ്ങനെയാണ് കാണുന്നത്? അത് ഫൈസാബാദിൽ വരെ തോറ്റുപോയി, UPയിൽ തകർന്നടിഞ്ഞു പോയി. അതേസമയം UPയിൽ ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. പിന്നെ രവിയേട്ടൻ്റെ പ്രതികരണത്തിന് ശേഷം ഒന്നുകിൽ ഒരു ചോദ്യത്തിൽ നിർത്തും, എന്നിട്ട് അതിന്റെ ഉത്തരം വരയ്ക്ക് ക്ഷമിക്കണം. ഇതിപ്പോ പലതും ആകുമ്പോൾ ഞാൻ എവിടുന്ന് തുടങ്ങുന്നില്ല. നോർത്തിലത്തെ മോദിജി എന്നുള്ള ഒരു പേഴ്സണാലിറ്റി 2016 അല്ലെങ്കിൽ 2010 ഈ സമയങ്ങളിലൊക്കെയാണ് നമ്മൾ ഗുജറാത്തിൽ നിന്ന് ഈ വ്യക്തിനെ നമ്മൾ കാണുന്നതും. യെസ്, ഇംപ്രസ്. പക്ഷെ ബേസിക്കലി ഞാൻ എൻ്റെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു RSSകാരൻ്റെ ഡിസിപ്ലിൻ. RSSകാരൻ എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന ഞാനുണ്ട്, സംഘത്തിൽ പ്രവർത്തിക്കാൻ സംഘത്തിന്റെ ഭാഗമായിരുന്നു ബാലശാഖയിൽ. BJPയിലേക്ക് വന്നത് സുപ്രഭാതത്തിൽ വന്നതല്ല, അതാണ് ഇത്. എന്നിട്ട് അതിനകത്ത് പട്ടാമ്പിയിൽ ഞാങ്ങാട്ടിയിൽ. അപ്പം അവിടെ ഞങ്ങൾ 9ലും 10ലൊക്കെ പഠിക്കുന്ന സമയത്ത് സയൻസ് ശാഖയിൽ പോകുന്നു. അവിടെ നിന്നാണ് ബേസിക്കലി കളിക്കുക, ഡിസിപ്ലിൻ 5 മണി ഈ സമയങ്ങളെല്ലാം. പിന്നെ ആർമിയിലേക്കുള്ള താല്പര്യം അങ്ങനെയില്ല, ഫിസിക്കൽ ആക്ടിവിറ്റീസ് അതല്ല. എൻ്റെ അച്ഛനും എൻ്റെ ഫുൾ ഫാമിലി പട്ടാളക്കാരാണ്. അപ്പം ഈ യൂണിഫോം കണ്ടിട്ടുള്ള ഒരാകർഷണം. അപ്പം അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നീട് മനസ്സിനകത്തുള്ള ആ ഒരു പെട്രിയോട്ടിസം എന്ന് പറയുന്നത് എപ്പോഴും BJP അല്ലെങ്കിൽ RSS സംസാരിക്കുന്ന എങ്ങനെയാണ്? ഭാരത് മാതാ കി ജയ്. അതിനെ നിങ്ങൾ പലപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യും. നിങ്ങളെന്ന് പറയുന്നത് ഞാൻ മറ്റുള്ള പാർട്ടിക്കാരെയാണ് പറയുന്നത്. ഞാനും നരേന്ദ്രമോദി കി ജയ് എന്ന് മാത്രം പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ മൂലക്കായെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരു മൂലക്കായി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഒരാള് മൂലയ്ക്ക് ഇരുത്തിയിട്ടില്ലേ? തിരിച്ചു പറയാനുള്ള ചങ്കൂറ്റം രാജന് ഇല്ലാത്തതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ആ പാർട്ടിക്കകത്ത് ഇല്ലാത്തതുകൊണ്ടല്ലേ മൂപ്പർ ഇപ്പോഴും ഈ ദാഷ്ട്യം കാണിച്ചുകൊണ്ടെങ്കിൽ അത് അടുത്ത ഇലക്ഷൻ കാണും. ഇപ്പോഴത്തെ കുടുംബവാഴ്ച, ഇപ്പോഴത്തെ ഈ ഇലക്ഷൻ എന്താണ് കിട്ടിയത്? എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ഒരെണ്ണത്തിൽ മാത്രം ഔദ്യോഗികമായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന സ്ഥിതിയിലെത്തിയെന്ന് ഞാനതല്ല പറയുന്നത്. നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഒരു പാർട്ടിയാണെങ്കിൽ ഈ പാർട്ടി എന്ന് പറയുന്നത് ഒരേ ആശയക്കാർ കൂടുന്ന സമയത്താണ് നമ്മളൊരു പാർട്ടിയാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വലാണ്. അപ്പൊ ഈ ആശയക്കാർ എല്ലാവരുടെയും കൂടെയായിട്ടുള്ളൊരു സ്ട്രെങ്ത് ആണ് ഈ മുകളിൽ നിൽക്കുന്ന ലീഡറുടെ.
അതാരാണെങ്കിലും ശരി, നിങ്ങൾ ധാർഷ്ട്യം കാണിക്കരുത്. ബിക്കോസ് ഈ ആളുകളെ കൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇവരില്ലെങ്കിൽ നിങ്ങൾ ഇവിടെയാണ്. അപ്പം അത് മറന്നുകൊണ്ട് ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ മകള്, എൻ്റെ ആള് അതല്ല വേണ്ട, എൻ്റെ അല്ല. അവിടെ ഒരു കാര്യമുണ്ട്. ഈ പിന്നെ രവിയേട്ട ഇപ്പൊ പറഞ്ഞ സാധനം രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല നരേന്ദ്രമോദിക്കും ബാധകമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ നരേന്ദ്രമോദിക്ക് എങ്ങനെ ബാധകമാണെന്ന് പറയുന്നത്? അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള അത് ചില തെരഞ്ഞെടുപ്പിന്റെ നയങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇവിടെ പറഞ്ഞില്ലേ, അല്ല ഞാൻ ചോദിക്കട്ടെ, LDF-ന്റെ ഉറപ്പാണ്. എന്തുറപ്പാണ് കിട്ടിയത്? പിന്നെ അതുകൊണ്ട് വൃത്തികെട്ടതോ വൃത്തിയാണോ എന്നുള്ളത് അത് രാഷ്ട്രീയ പാർട്ടിക്കാർ തമ്മിൽ പറയാം. പക്ഷേ ആരോപിക്കുന്നു രവിയേട്ടൻ എങ്ങനെ ഡിഫെൻഡ് ചെയ്യുക? ഞാൻ പറയുന്നത് പിന്നെ പിണറായി വിജയൻ 2021 തെരഞ്ഞെടുപ്പിനകത്ത് വെച്ച പോലെ പിന്നെ LDF-നും എല്ലാം ശരിയാക്കും. അതേപോലെ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞത് അതേപോലെ ഞാൻ പറഞ്ഞ വാക്ക് ആവർത്തിക്കുകയാണ്. പിന്നെ ഒരു വൃത്തികെട്ട സ്ലോഗനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ രവിയേട്ടൻ അങ്ങനെ ഡിഫെൻഡ് ചെയ്യും. ഞാനതിനെ വൃത്തികെട്ടെന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഓരോ ടാഗ് ലൈൻസ് എല്ലാ പാർട്ടിക്കാരും കൊണ്ടുവരും. അതുകൊണ്ടല്ലേ റിസൾട്ട് ഞാൻ ന്യായീകരിക്കില്ലേ, റിസൾട്ടിനകത്ത് കണ്ടില്ലേ? അപ്പൊ എന്തുകൊണ്ട് പുള്ളിയെ തന്നെ ഒരു പിന്നെ ഐക്കോണിക് ഫിഗർ ആയിട്ട് അവതരിപ്പിച്ച് മത്സരിച്ചതിനകത്ത് പുള്ളി വ്യക്തിപരമായിട്ട് പരാജയപ്പെട്ടു. ഞാൻ ചോദിക്കുന്നത് വ്യക്തിപരമായിട്ട് പരാജയപ്പെട്ടതിന് അത് മൂപ്പര് കാണുന്നുണ്ടല്ലോ, കണ്ടില്ലേ? അതുകൊണ്ടല്ലേ നിതീഷിന്റെയും തോൽവിയാണെങ്കിൽ തോൽവി എന്നുള്ളത് സമ്മതിക്കണം. ഭരണം കിട്ടിയെന്ന് ഞാൻ ഭരണം കിട്ടിയതിനെ ഞാൻ അപ്രീഷിയേറ്റ് അല്ല ചെയ്യുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ ധാർഷ്ട്യം ഇവിടെ എന്താ കിട്ടിയത്? ഇവിടുത്തെ ധാർഷ്ട്യത്തിന് കിട്ടിയതാണ്. ഇനി അവിടെ എന്തുകൊണ്ടത് കുറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള പാളിച്ചകളും ഇതുപോലുള്ള സംഭവങ്ങളും ഉണ്ടെങ്കിൽ അതിന് ഡെഫിനറ്റ്ലി യു ഗോട്ട് ടു പേ ഫോർ ഇറ്റ്. അതാണ് അതിന് ഞാൻ ഒരിക്കലും പിന്നെ നരേന്ദ്രമോദി പെയ്ഡ് ഫോർ ദാറ്റ്. അയാൾ ചെയ്ത ഒരു വിവരക്കേട്ടിന് അയാൾ പണം പിന്നെ പൈസ മുടക്കി ആ നഷ്ടം സഹിച്ചു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കമ്മ്യൂണിസ്റ്റ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ അയാളെന്ന് പറയുന്നത്. ചെറുപ്പമായിരുന്നു ജില്ലയിലെ നിങ്ങളൊക്കെ എന്താ വെച്ചാൽ മനസ്സിലാക്കി. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെയൊക്കെ ഈ ധാർഷ്ട്യം ഉണ്ടല്ലോ, നരേന്ദ്രമോദി ഒരിക്കലുമില്ല. രവിയേട്ടാ ഞാൻ പറയട്ടെ, പിന്നെ ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രവിയേട്ടൻ അറിയാമല്ലോ എന്റെ ഒരു അത് ഞാൻ കാണുന്നുണ്ട്, സമ്മതിച്ചു. പക്ഷെ മൈൻഡിനകത്ത് മറ്റവൻ ഒന്നുമില്ല, ഞാനാണ് വലുത് എന്നുള്ള തോന്നുന്നത് ഒരിക്കലുമില്ല. ഞാനിപ്പോ നേരത്തെ റെസ്പെക്ട് ഞാൻ നേരത്തെ എന്തേ പറഞ്ഞു, സുരേഷ് ഗോപി ഇനി ഞാൻ സുരേഷ് എന്ന് വിളിക്കില്ല, കാരണം എന്റെ അനിയനാണ്, ഞാൻ സാറെന്ന് വിളിക്കും. കാരണം അത് നിങ്ങളുടെ കമ്മ്യൂണിസം. എനിക്ക് ആ ധാർഷ്ട്യമില്ല. എനിക്ക് വലിയവനെന്നുള്ള ഞാൻ ആ പ്രോട്ടോകോൾ പഠിച്ചിട്ടുള്ളതാണ്. വലിയവനും ചെറിയവനും ഇല്ല, ഉണ്ട്. ഒരാൾ പട്ടാളത്തിനകത്ത് ഞങ്ങൾക്കുണ്ട്. അവിടെ എനിക്ക് പട്ടാളത്തിനകത്ത് ജനറലെ കയറിയിട്ട് താൻ പേര് വിളിക്കോ? ജനറലിനെ കയറിയിട്ട് ഒരു സിപ്പായി പേര് വിളിക്കോ? അല്ല, ഞാനൊരു കാര്യം പറഞ്ഞു. അല്ല, വിളിക്കോ? ചോദിക്കുന്നതിന് രവിയുടെ കുറച്ച് പ്രകോപിതനായത് ഞാൻ ഇതുപോലെ സംസാരിക്കും ഈ ഇന്റർവ്യൂല്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നത് ലോകത്ത് ഒരാൾ പോലും നമ്മുടെ മെയ്ഡ് ഉൾപ്പെടെ നമ്മുടെക്കാൾ താഴെയല്ല. ലോകത്തൊരാൾ പോലും എന്നേക്കാൾ മേലെയല്ല. അത് പിണറായി വിജയനാണ്, നരേന്ദ്രമോദിയാണ്, എന്റെ മേലെയല്ല. ഈക്വൽ ആയിട്ട് ഞാൻ രവിയേട്ടടുത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു. രവിയേട്ടനെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള വിഷമം ഉണ്ടാവില്ല. ഞാൻ ഒരു കാര്യം ഇടയ്ക്ക് കേട്ട് പറയാം. രവിയേട്ടന് ഈ മിലിറ്ററിക്കാർക്ക് സ്വഭാവമുണ്ട്. ഇവർ റിട്ടയർ ഒക്കെ ആയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മേജറായിട്ടും ബ്രിഗേഡിയറായിട്ടും വന്നു വെച്ചാൽ വീട്ടിലും ഈ ഭരണമാണ് നടന്നത്. കാരണം അവർ പിന്നെ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു കൾച്ചറുണ്ട് അതിനകത്തുള്ള. കാരണം ഈ സുപ്പീരിയോറിറ്റി, പിന്നെ സബോർഡിനേറ്റ്സ്, പിന്നെ മേലെയുള്ളത് ബ്രിഗേഡിയർ, മേജറുടെ മേലെ ബ്രിഗേഡിയർ. ഈ സാധനം നന്നായി തലക്ക് പിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ രാജ്യം മിണ്ടരുത്, ഇന്റർഫിയർ മിണ്ടത്തില്ല, ഒരക്ഷരം പോലും മിണ്ടത്തില്ല. മിണ്ടിയാൽ ഞാൻ എഴുന്നേറ്റ് പോകും. ഇല്ല, ജനങ്ങളിത് കേൾക്കണം. രാജൻ ചോദിച്ച ചോദ്യത്തിന് രവിയേട്ടൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്, ആ മര്യാദയുണ്ട്. ഞാൻ പട്ടാളത്തിന്റെ കാര്യം പറയുന്നില്ല. പട്ടാളത്തിന്റെ ഞങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ട്. ഒരു പട്ടാളത്തിന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ 1000 ആൾക്കാർ കേൾക്കാനുണ്ട്. ഈ 1000 ആൾ കേൾക്കുന്നത് ബറ്റാലിയൻ. ഈ ആളുടെ
ലീഡർഷിപ്പിലാണ് ഒരു യുദ്ധം നയിക്കുന്നത്. അല്ലാതെ ഞാനിവിടുന്ന് പറഞ്ഞു ഈ 1000 ആളും 1000 ദിശയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന എനിമി അവൻ ഇവിടെ കയറി മേയും. സോ ഞങ്ങൾക്കൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം എന്ന് പറയുന്നത് ഇതെന്താണത്, ഭാരതത്തിൻ്റെ സംസ്കാരം അങ്ങനെയാണത്. നിങ്ങൾ രാജനിപ്പം അച്ഛനെ അമ്മയെ റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പേഴ്സണലായിട്ടല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എങ്ങനെ പഠിച്ചതെന്ന് വെച്ചാൽ എൻ്റെ മേലെയുള്ള ആളുകൾ, എൻ്റെ വീട്ടിനകത്ത് ഞാനൊരു തറവാട്ടിൽ ജീവിച്ചിട്ടുള്ള വ്യക്തിയാണ്. എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മാവന്മാർ ഇങ്ങനെയൊക്കെയുള്ളവരെ അവരെ ഞങ്ങൾ റെസ്പെക്റ്റ് കൊടുത്ത് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ആ ഒരു മര്യാദ കൊടുത്ത് ജീവിച്ചിട്ടുള്ള, അല്ല നിങ്ങളെപ്പോലെ ടീച്ചറെ കയറിയിട്ട് അല്ല രാജൻ്റെ ഐഡിയോളജിയുടെ ഞാൻ പറഞ്ഞത്. അവർ പഠിപ്പിക്കുന്ന ടീച്ചറെ കയറി ഗരാവ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ശവകുടീരം ഉണ്ടാക്കുന്ന സംസ്കാരമല്ല. വിക്ടോറിയ കൊലെ അവർക്ക് ശവകുടീരം അതെല്ലാം സംഭവിച്ചു. ഓക്കെ, അപ്പോൾ പട്ടാളത്തിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ പട്ടാളം ഞാൻ ഒരു മേജർ ആവുന്ന സമയത്ത് എനിക്ക് എൻ്റെ കീഴിലുള്ളത് കിട്ടുന്ന എത്ര 600 ആളുകളായിരിക്കും. അതേ സമയത്ത് ഒരു ജനറൽ എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്നത് 12 ലക്ഷം ആളുകളാണ്. ഈ ഒരു മനുഷ്യൻ ഇല്ലില്ല 12 ലക്ഷം ഒരു ഇന്ത്യൻ ആർമി ചീഫിന്റെ ബ്രിഗേഡിയറൊക്കെ വിട്, അതൊരു 4-5 ബറ്റാലിയൻസ് ഒക്കെ ഉള്ളത്. ഞാൻ പറയുന്നത് ഈ ഒരു ഒറ്റതിൽ. അപ്പം ഓരോരുത്തരും ഒരു ബറ്റാലിയൻ കമാൻഡർ എന്ന് പറയുന്ന സമയത്ത് ഇത്ര, ഒരു പ്ലട്ടൂൺ കമാൻഡർ എന്ന് പറയുന്ന സമയത്ത് അയാൾക്ക് 30 ആൾക്കാരെയാണ് കിട്ടുന്നത്. ഈ 30 ആൾക്കാരെ കമാൻഡ് ചെയ്യുന്ന ഒരാളാണ്. അത് ആ ഡിസിപ്ലിൻ വെച്ചിട്ടാണ് ഞാൻ പറയുന്നതും. എൻ്റെ പ്ലാനിങ്ങിലും നമ്മൾ പോകുന്ന സമയത്ത് ഈ 30 ആളും ഒരുമിച്ച് ഒരേ മൈൻഡിൽ ഒരേ ബോഡിയായിട്ട് പോവാണ്. അപ്പോഴാണ് ഒരു യുദ്ധം ജയിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾ 30ഉം യൂണിയനായിട്ട് ഇംഗ്രാബ് സിന്ധാ വിളിച്ചാലൊന്നും അവിടെ ബോർഡറിൽ കാര്യം നടക്കില്ല. നിങ്ങളുള്ള പണി നിർത്തും. അത് കഴിഞ്ഞിട്ട് അവിടെ എന്താ അവൻ പാകിസ്ഥാൻ വന്ന് ഇറങ്ങും. ഇന്ന് പാകിസ്ഥാൻകാർ ഓടുന്ന് മിണ്ടരുത്. ഇപ്പം ഞാൻ പറയുന്നത് കേൾക്കും. പാകിസ്ഥാൻകാർ ഇന്ന് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ന് പ്രധാനമന്ത്രിയായി എന്തേ പാകിസ്ഥാൻ മാത്രം അപ്രീഷിയേറ്റ് ചെയ്തില്ല? ബാക്കി എല്ലാ പ്രൈം മിനിസ്റ്റേഴ്സും എല്ലാവരും അപ്രീഷിയേറ്റ്. കാരണം അസൂയ. ഇവിടെ വന്നാൽ നിനക്കുള്ളത് കിട്ടും മോനെ. ആ പഴയ കാലമല്ല. കാരണം അത് ഭരിക്കുന്നത് ഇപ്പം അങ്ങനെയുള്ളൊരു നേതാവാണ്. ഇങ്ങോട്ട് അടിച്ചാൽ അങ്ങോട്ട്. യെസ്, ഓക്കെ. പിന്നെ നോട്ട് അസൂയ അതെന്ന് വെച്ചാൽ അവർ പിന്നെ വലിയ പ്രതിസന്ധിയിലാണ്. POK പാക് അധിനിവേശ കാശ്മീരിൽ പിന്നെ ജനങ്ങൾ ഇന്ത്യയോട് കൂടെ ചേരണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയമാണ്. നരേന്ദ്രമോദിയുടെ സർജിക്കൽ സ്ട്രൈക്ക് അടുത്ത് നടക്കാൻ പോകുന്നത് അവിടെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അത് പിടിച്ചെടുക്കും എന്താ തോന്നുന്നത്? എങ്ങനെ പാക് അധിനിവേശ കാശ്മീർ ഉണ്ടല്ലോ, അവിടെ ജനങ്ങൾ പിന്നെ തെരുവിലിറങ്ങിയിരിക്കുക. അവിടെ പിന്നെ എല്ലാ രീതിയിലും പ്രതിസന്ധിയിൽ നിൽക്കുക. പാകിസ്ഥാൻ പട്ടാളമായിട്ട് അവർ ഫൈറ്റ് ചെയ്യുക. അത് പിന്നെ കൂട്ടിച്ചേർക്കാനുള്ള ശ്രമം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്ന് രവിയേട്ടന് തോന്നുന്നുണ്ടോ? 100% പിടിച്ചെടുക്കും. രാജൻ എപ്പോഴെങ്കിലും ടിറ്റ്വാൾ ബോർഡറിൽ പോയിട്ടുണ്ടോ? ഇല്ല. ടിറ്റ്വാൾ എന്ന് പറയുന്നത് ഞാനിപ്പം റീസെൻ്റ്ലി കഴിഞ്ഞ പ്രാവശ്യം ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് അപ്പം ആ ബ്രിഡ്ജ് എന്ന് പറയുന്നത് അപ്പുറത്ത് പാകിസ്ഥാനും ഇപ്പുറത്ത് ഇന്ത്യയും. അപ്പം ബ്രിഡ്ജിൻ്റെ നടുക്കിലൊരു വരയുണ്ട്. ആ വര വരെ നമുക്ക് നടന്നു പോവാം. അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ഹാർഡ്ലി 100 മീറ്റർ ഉണ്ട്. ഞാനത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഫുൾ വീഡിയോ. അപ്പം അപ്പുറത്ത് നിൽക്കുന്ന ചായക്കടയും ഇതെല്ലാം നമുക്ക് കാണാൻ പാകിസ്ഥാനും ചെയ്യണ്ട. ഞാൻ ഇപ്രാവശ്യം പോയ സമയത്ത് അവരിൽ പലരും എന്നെ കൈകാണിക്കും. ഞാനവിടെ ബ്രിഡ്ജിൻ്റെ പോയി നിന്നിട്ട് ഞാനവിടെ വീഡിയോ എടുക്കുന്നു. ഇപ്പുറത്ത് ഇവിടെ ഒരു അമ്പലം കെട്ടുന്നുണ്ട്. അമ്പലം കെട്ടുന്ന ആരാണ്? മുസ്ലിംസാണ് അമ്പലം കെട്ടുന്നത് ആ ബോർഡറിൽ. ഈ നദിയുടെ പകുതി നമ്മുടെ കയ്യിലും പകുതി അപ്പുറത്തുമായിട്ട് കിടക്കാണ് ടിറ്റ്വാളിൽ. അപ്പം തന്നെ അവിടെ നിന്നിട്ട് ഞാൻ കൈ കാണിക്കുന്ന സമയത്ത് അവരും കൈ കാണിച്ച് ചിരിക്കുന്നു. ഇതെല്ലാം ഉണ്ട്. വൈ? ബിക്കോസ് രാജന് അറിയാത്ത ചില കാര്യമുണ്ട്. ഞാൻ ഇതിനു മുന്നേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പൈ വർക്കിന് വേണ്ടിയിട്ട് പട്ടാളം വിട്ടതിന് ശേഷം ഐ വാണ്ടഡ് ടു ഹാവ് എ കോണ്ടാക്ട് ഇൻ ദ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ. 2017 ഞാൻ അത് അമിത്ഷാജിയൊക്കെയുള്ള ഒരു പ്ലാൻ, വലിയൊരു പ്ലാൻ ചെയ്യായിരുന്നു. ഗുജറാത്തിലെ പിന്നെ ഹോം മിനിസ്റ്ററാണ് അല്ലേ? അല്ലല്ല, ഇത് വേറെയാണ്. 2017 പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഈ സമയത്ത് ഞാൻ പാകിസ്ഥാനിൽ പോയിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ഞാൻ പേഴ്സണലി റിക്വസ്റ്റ് ടു വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഇന്ത്യ ഗവൺമെന്റ്. എന്റെ റോയിലൊന്നും അപ്പം ഇൻവോൾവ് ആയിട്ടില്ല. ജീവൻ പണയം വെച്ച് പോയി പറഞ്ഞിട്ട് ഞാൻ പോകാൻ തയ്യാറായിട്ട് അങ്ങനെ ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നോ? എല്ലാം ഉണ്ട്. പക്ഷെ അപ്പം ക്രിയേറ്റീവ് കുറേശ്ശെ കൂടി കാരണം എന്നിട്ടും അങ്ങനെ റിസ്ക് എടുക്കാൻ തോന്നിയത് കാരണം ഞാൻ ഫീൽ ചെയ്യുന്നത് 92-ൽ എൻ്റെ ഇന്ത്യയിൽ വന്നിട്ട് ബ്ലാസ്റ്റ് ചെയ്തിട്ടുള്ള ആ കസബും ഗ്യാങ്ങും എന്ന് പറയുന്നത് അവനെ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളതും എല്ലാം അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആരാണത്? ഈ ഇവന് 92-ലത്തെ കസബിന്റെ പിന്നീട് 92-ല്
ബോംബെയിൽ ഇത്രയധികം ബ്ലാസ്റ്റ് ഉണ്ടാക്കിയതാരാണ്? ദാവൂദ് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റ്. ഓക്കെ, ദാവൂദിന്റെ അടുത്ത സുഹൃത്താണ് പിന്നെ ഇപ്പോഴും ഈ താക്കാടവാൻ ഉണ്ടല്ലോ, അവർ തമ്മിൽ നല്ല ലിങ്കാ. ഇപ്പോഴത്തെ ലിങ്കല്ല, അവനിപ്പം ശവമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനെ തട്ടാനുള്ള പെർമിഷനാണ് ഞാൻ ഗവൺമെന്റിന് ചോദിച്ചത്. അത് ഒറ്റയ്ക്ക് ഞാൻ പോകാനും എൻ്റെ 10 പേര് ഞാൻ റെഡിയാക്കി നടന്നില്ല. അത് ഫോർഗെറ്റബിൾ. ഈ സമയത്ത് ഞാൻ ദുബായ് നടന്നിരുന്നെങ്കിൽ ഒന്നുകിൽ ഞാൻ ജീവനോടുണ്ടാവും അല്ലെങ്കിൽ രാജ്യത്തിന്റെ വലിയ ഐക്കോണിക് ഫിഗറായിട്ട് മാറുമായിരുന്നു. അത് ചാവ് ജീവന അത് വിട്, യോഗമില്ല എനിക്ക് അത് ചെയ്യാൻ. അപ്പം ഈ സമയത്ത് ഞാൻ പാകിസ്ഥാൻ മറ്റേ ദുബായിൽ ഞാൻ പാകിസ്ഥാനുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട്, പാകിസ്ഥാനീസിനെ ഈ ഡ്രൈവേഴ്സ് ഇവരൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലുള്ള ഒരു ആളുമായിട്ട്, POK-യിലുള്ള ആളുമായിട്ട്, അതും ഗിൽഗിറ്റ് സെക്ടറിനും പഞ്ചാബ് സെക്ടറിനും ഇടയ്ക്കുള്ള ഒരു 3-4 ആളുകളെ ഞാൻ ഐഡന്റിഫൈ ചെയ്തു. എനിക്ക് ഞാൻ സപ്പോസ് ഇഫ് ഐ ക്രോസ് ഓവർ ടു പാകിസ്ഥാൻ എനിക്ക് ഇവരുടെ ലിങ്ക് വേണം. അപ്പം മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. അവരെന്നോട് ലേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പറയുന്ന ഈ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നിടത്ത് അത് പാകിസ്ഥാന്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ കണക്കാക്കുന്നില്ല. ഓക്കെ, അവിടെ ഒരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ ഈ പരിഗണിക്കുന്നില്ല, ഒന്നുമില്ല. ഈ പാവങ്ങൾ വല്ലയിടത്തും ദുബായിലൊക്കെ വന്നിട്ടാണ് അവർ ജീവിച്ചു പോകുന്നത്. അവർക്ക് വിസ പോലും കൊടുക്കുന്നില്ല, വിസ ഇപ്പൊ കൊടുക്കുന്നില്ല, ഗൾഫ് രാജ്യങ്ങൾ അവർക്ക് വിസ ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ അന്ന് ഇവർക്ക് പാകിസ്ഥാനിൽ ജീവിക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് പിന്നീട് അവർ കാണുന്നതാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് മോദിജിയുടെ ഭരണവും അതുപോലെ തന്നെ ഈ കാശ്മീരിലുള്ള മോദി എന്ന് പറയുമ്പോൾ ഭയങ്കര റോമാഞ്ചിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ രോമാഞ്ചം. എനിക്ക് പിണറായി വിജയൻ ആരാധനയല്ല, പക്ഷേ അല്ല രവിയേട്ടന് മോദിജി എന്ന് പറയുമ്പോഴത്തേക്ക് രോമൻ എഴുതിക്കുന്ന ഇവിടെ എനിക്ക് ഇത്ര ദൂരത്തിരുന്ന് കാണാൻ പറ്റുന്നുണ്ട്. എനിക്കത് ഉണ്ടോ, അത് എന്തായിക്കോട്ടെ ആ വ്യക്തിയോടുള്ള അത്. അപ്പം അദ്ദേഹം ഭരിക്കുന്ന സമയത്ത് പാകിസ്ഥാൻകാർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഈ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ. അതേ സമയത്ത് പാകിസ്ഥാൻ വാസ് ഗോയിങ് ഡൗൺ എക്കണോമിക്കലി. വൈ? ബിക്കോസ് ടെററിസം എന്നുള്ളതിന്റെ മുകളിൽ വിറ്റിട്ടാണ് ഈ പാകിസ്ഥാൻകാർ കാശുണ്ടാക്കിയത്. ആ ടെററിസത്തിനെയാണ് ഒരൊറ്റ സർജിക്കൽ സ്ട്രൈക്ക് കാരണം അങ്ങ് ബ്രേക്ക് ചെയ്തത്. ആ ബ്രേക്ക് ചെയ്ത സമയത്ത് ഇവരുടെ ടെററിസം മങ്ങിപ്പോയി. അപ്പൊ ടെററിസം മങ്ങിപ്പോയാൽ ഇസ്ലാമിക് രാഷ്ട്രങ്ങളിൽ നിന്ന് പാകിസ്ഥാന് കിട്ടുന്ന ഫണ്ട് മുഴുവൻ സ്റ്റോപ്പായി. അല്ലെങ്കിൽ കൊടുക്കുന്നില്ല, ഇപ്പൊ ആരും കൊടുക്കുന്നില്ല. കൊടുക്കുന്നില്ല. ആകെ ചൈന എന്തായാലും നക്കപ്പിച്ച് കൊടുക്കുക, ഇവരെ വിഴുങ്ങാനാ, ശ്രീലങ്ക വിഴുങ്ങിയ പോലെ. അത് ചൈന കൊടുക്കുന്നത്, ചൈനയ്ക്കുള്ള ഒരു കണക്ഷൻ ഉണ്ട്, അക്സായിച്ചിൻ വഴി അഫ്ഗാനിസ്ഥാനിൽ പോകാനുള്ള റൂട്ട് അവർ. ഒന്നുമല്ല, ചൈന എന്ന് വെച്ചാൽ ചൈന ഇപ്പൊ ശ്രീലങ്കയെ പിന്നെ സഹായിച്ചു, അവിടെ പോർട്ടുണ്ടാക്കി, ഹാർബർ ഉണ്ടാക്കി, എല്ലാം വിലക്കെടുക്കുകയാണ്. ശ്രീലങ്കയുടെ പ്രസിഡന്റ് വീട്ടിൽ വന്നിട്ട് നാട്ടുകാർ പൗരന്മാർ വന്നിട്ട് തീർന്നിട്ട് അടുക്കള കയറിയിട്ട് പിന്നെ ഭക്ഷണം ഉണ്ടാക്കുക. ആദ്യമായിട്ട് കാണുക നമ്മള്. ഇതേ സംഭവം തന്നെയാണ് പാകിസ്ഥാൻ. ഈസ് ക്ലോസ് ടു ദാറ്റ്. കഴിഞ്ഞു. പാകിസ്ഥാൻ ഈസ് എ ഫിനിഷ്ഡ് കൺട്രി. ഇപ്പൊ ഞാൻ മാത്രമല്ല, പാകിസ്ഥാനിലെ പിന്നെ അവിടുത്തെ കരസേന ആവട്ടെ, പിന്നെ നേവി ആവട്ടെ, പിന്നെ വ്യോമസേന ആവട്ടെ, അവിടുത്തെ പിന്നെ പൊളിറ്റിക്കൽ ഒഫീഷ്യൽസ് ആവട്ടെ, അവരുടെ എല്ലാ ഇൻവെസ്റ്റ്മെന്റ് അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കയിലും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ, UK-ല്. പാകിസ്ഥാന്റെ ഇന്നത്തെ അവസ്ഥയിൽ അവർ ഫ്രീ ആയിട്ട് നമുക്ക് തരാന്ന് പറഞ്ഞാൽ ഞാൻ മോദിജി എടുത്തോളം പ്ലീസ് വേണ്ട, കാരണം ദാറ്റ്സ് എ ലയബിലിറ്റി. ബാക്കി ഈവൻ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ അതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമാനിറ്റി വൈസ് മനുഷ്യത്വപരമായിട്ട് അവിടുത്തെ ആളുകളെ സഹായിക്കുകയായിരിക്കും. അത് നമ്മുടെ കാശ്മീരീസ് ആണ്, നമ്മുടെ ആൾക്കാരാണ്. നമ്മുടെ ആൾക്കാരെന്നുള്ളതല്ല, നമ്മൾ വഴി കിടന്ന ആളുടെ ജാതിയും മതവും പിന്നെ രാഷ്ട്രീയവും നിറവും നോക്കിയിട്ടല്ലോ നമ്മൾ എന്തെങ്കിലും സഹായിക്കുന്നത്. ആ ഒരു ചാരിറ്റിയാണ് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ. അതാണ് പിന്നെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യുന്നുണ്ട്. അതേപോലെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നിങ്ങൾ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും ഇവിടെ കേൾക്കാറുണ്ട്, എന്തെങ്കിലും മുസ്ലിംസ് ഇവിടുത്തെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് എന്നാൽ അങ്ങ് പാകിസ്ഥാനിലേക്ക് വയ്ക്കുമെന്ന് പറയും. അത് ആ പറച്ചില് നിങ്ങളുടെ ആൾക്കാരെന്ന് വരുന്നത്, പിന്നെ ആൾക്കാരെന്നുള്ള മുഴുവൻ പറയും. നിങ്ങളുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ BJP-കാരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. BJP-കാരാണ് പാകിസ്ഥാൻ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്ന ഇതേ മറ്റുള്ള പാർട്ടിയിലും ഇതുപോലെ ഭീകരമായിട്ടുള്ള വൃത്തിവിട്ട മനുഷ്യത്വപരമല്ലാത്ത ആളുകളുണ്ട്. അതിനകത്ത് ഞാൻ ചോദിക്കട്ടെ, ഒരു മുസ്ലിം ടെററിസ്റ്റിനെ നിങ്ങൾ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഫുൾ മുസ്ലിംസ് ടെററിസ്റ്റുകളാണ്? അല്ല. അപ്പോ ഒരു BJP കാരൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഫുൾ BJP-കാരൻ അങ്ങനെയല്ല. ഞാനും BJP-കാരനാണ്.
എൻ്റെ വായിന്ന് ഇന്നേ വരെ ഒരു വാക്കെങ്കിലും നിങ്ങൾ വർഗീയത കേട്ടിട്ടുണ്ടോ? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. ഇപ്പോഴും കൂടെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ വീണ്ടും പുറകെ കൂടിയിട്ട് സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാ ദിവസവും വിളിച്ചോണ്ട് ഇങ്ങനെ വിളിച്ച് ഇന്റർവ്യൂവിന് ഞാനിപ്പോ ചോദിക്കാം, റീസെന്റ് ഞാനൊരു ഇലക്ഷൻ ഞാൻ പറഞ്ഞൊരു നിങ്ങളുടെ സെക്യുലർ പിന്നെ കുറിച്ച് നന്നായിട്ട് ബോധ്യമുള്ള ഒരാളാണ് ഞാൻ.